ഹായ്. അപ്പോൾ നമ്മുടെ സിജോ എവിക്റ്റായി. ഈ ആഴ്ച 2 എവിക്ഷനാണ് വന്നിരിക്കുന്നത്. ഒന്ന് നോറ എവിക്റ്റായത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അടുത്തത് സിജോ ആണെന്നുള്ളതാണ് അൺഒഫീഷ്യലായിട്ടുള്ള പല റിപ്പോർട്ടുകളും വന്നിരിക്കുന്നത്. ഒഫീഷ്യലായിട്ട് നാളെ മിക്കവാറും അത് അനൗൺസ് ചെയ്യുമായിരിക്കും. സിജോ നല്ലൊരു മത്സരാർത്ഥിയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ സിജോയുടെ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. സിജോയുടെ പല ഒപ്പീനിയനുകളും നമുക്ക് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഒട്ടുമിക്ക കാര്യങ്ങളും സിജോ അങ്ങനെ ഒരു പക്ഷാപാതം ചേർന്ന് ഒരു കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നു, പക്ക ഒരു ജെനുവിനായിട്ട് അപ്രോച്ച് ചെയ്യാറുണ്ട്. ഒന്നിൻ്റെയും പക്ഷം പിടിക്കാണ്ട് ഒരു ലോജിക്കലായിട്ട്, എപ്പോഴും ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് ലോജിക്കലായിട്ടാണ് ഓരോ കാര്യങ്ങളെ പുള്ളി അഡ്രസ്സ് ചെയ്യാറുള്ളത്, പുള്ളി അതിനെ പറ്റി സംസാരിക്കാറുള്ളത്. ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോഴും സിജോ ആണ് ഇതിനകത്ത് വിന്നറാകുമെന്ന് ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ചിരുന്നു. കാര്യം അന്ന് നമ്മൾ കാണുമ്പോൾ സിജോനെ മാത്രമേ നമുക്ക് പേഴ്സണലായിട്ട് ഇതിനകത്ത് അറിയാവുള്ളൂ. സിജോയുടെ കാര്യങ്ങൾ മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരുടെ ഒന്നും നമുക്ക് വലിയതായിട്ട് ധാരണയില്ല. പക്ഷെ അറിയാവുന്ന ധാരണകൾ വെച്ചിട്ട് സിജോയ്ക്ക് അതിനുള്ളൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ അഖിൽമാരാർ 5ാം സീസണിൽ വരുന്നതിന് മുന്നേ അഖിൽമാരാരുടെ ഒത്തിരി വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ ഒട്ടുമിക്ക കാര്യങ്ങളും വളരെ ജെന്യുവനായിരുന്നു. പുള്ളി അത് വിൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ പ്രാധാന്യം കൊടുത്ത ഒരാളാണ് സിജോയ്ക്ക് എവിടെയൊക്കെയാണ് പാളിച്ചകളെന്നല്ല, അത് പുള്ളിയുടെ നേച്ചറായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം, പ്രേക്ഷകർ എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ മാത്രം അവിടെ നോക്കി നിന്നാൽ പോരാ. നമ്മൾ ചില കാര്യങ്ങളെ കൗണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് എഗനസ്റ്റായിട്ട് സംസാരിക്കുക, നീതി നടപ്പാക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചില ഫാൻസ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ബിഗ് ബോസ് ആരാധകർ ചില ആൾക്കാരെ അവിടെ കാണുന്നത്. സിജോ ഇപ്പോൾ എവിക്റ്റ് ആകാനും ഉള്ള കാരണം സിജോയ്ക്ക് വോട്ടിങ് കുറഞ്ഞതുകൊണ്ടാണ്. സിജോയ്ക്ക് എങ്ങനെയാണ് വോട്ടിങ് കുറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിജോ ആദ്യം തുടങ്ങി നല്ലൊരു ഗെയിമറാണ്, ഒരു പക്ക പെർഫെക്റ്റ് ഗെയിമറാണ്, ബിഗ് ബോസ് ഗെയിമറാണ്. പക്ഷേ ബിഗ് ബോസ് പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവിടെ ആരെങ്കിലും തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അതിനെ ചൂണ്ടിക്കാണിക്കുക, അതിനെ കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് കൊണ്ടുവരിക, അതിൻ്റെ ശരി കാണിച്ചു കൊടുക്കുക. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ തെറ്റാരെങ്കിലും കാണിച്ചാൽ അതിന് എതിരായിട്ട് എപ്പോഴും നിൽക്കുക, സ്വന്തം കാര്യം നോക്കാണ്ട് തെറ്റാണെന്ന് വാദിച്ച് നിൽക്കുക. അങ്ങനെ ചില കാര്യങ്ങൾ പ്രേക്ഷകർ എന്ത് ചിന്തിക്കുന്നു അതിൻ്റെ ഒരു വക്താവായിട്ട് അവിടെ പ്രവർത്തിക്കുക. ഇതാണ് അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രേക്ഷകരുടെ പിന്തുണ കൂടുതലുണ്ട്. ഫോർ എക്സാമ്പിൾ, ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ലവ് ട്രാക്കിന് ആദ്യം തുടങ്ങി ഏറ്റവും എതിര് പിടിച്ച ഒരാൾ റോക്കിയായിരുന്നു. റോക്കിക്ക് നല്ല ഫാൻ ബേസ് ആ സമയത്തുണ്ടായിരുന്നു. ഓക്കെ, അതിന് ശേഷം ബിഗ് ബോസ് പ്രേക്ഷകർ ഞാൻ അവിടെയാണ്. പിന്നെ അതിന് ശേഷം റോക്കിയുടെ പുറകെ പ്രേക്ഷകർ പോയില്ല. റോക്കി ഔട്ടായതിനു ശേഷം റോക്കി വേറെ, ബിഗ് ബോസ് വേറെ. അതാണ് ബിഗ് ബോസ് പ്രേക്ഷകർ. റോക്കി വിചാരിച്ചു വീണ്ടും ബിഗ് ബോസ് പ്രേക്ഷകർ റോക്കിയുടെ പുറകെ പോവും, സപ്പോർട്ട് കൊടുക്കും എന്നുള്ളതാണ്. അതൊന്നുമില്ല. ബിഗ് ബോസ് പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് പ്രേക്ഷകരാണ്. വൺസ് ഒരാൾ വീണ്ടും വിറ്റായി കഴിഞ്ഞാൽ പിന്നെ അയാളെ വേണ്ട. അതാണ് അതിൻ്റെ കറക്റ്റ്. അവർ ബിഗ് ബോസ് പ്രേക്ഷകരാണ്. അപ്പോൾ റോക്കിക്ക് അവിടെ ഉണ്ടായിരുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് അവർക്കെതിരെ പ്രവർത്തിച്ചു. ശരിക്കും പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ റോക്കി പറഞ്ഞു, പ്രവർത്തിച്ചു. റോക്കി ഔട്ടായി. ഓക്കെ, 2-3 ദിവസത്തെ ഒരു ചെറിയ വിഷമമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, കഴിഞ്ഞു. അതിനുശേഷം ആണ് ജിൻഡോ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ജിൻഡോയ്ക്ക് എങ്ങനെ ഇത്രയും ഫാൻസ് വന്നെന്നുള്ളത്? ജിൻഡോയ്ക്ക് ഫാൻസ് വന്നതിൽ 2 കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്. ഒന്ന്, സിജോ അവിടുന്ന് പോയത്. 2, സിജോ തിരിച്ചു വരാൻ ലേറ്റായത്. അത് 2 കാര്യങ്ങൾ ജിൻഡോയ്ക്ക് ഗുണമായി. എന്ന് വെച്ചാൽ ജിൻഡോ കഴിവില്ലാത്ത ഒരാൾ ആണ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ജിൻഡോയുടെ ആദ്യത്തെ എപ്പിസോഡ്സൊക്കെ കണ്ടാൽ നമുക്കറിയാം, ജിൻഡോയുടെ ചില മണ്ടത്തരങ്ങളായിട്ടുള്ള പ്രസ്താവനകളും ചില കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം ഒരിക്കലും ജിൻഡോ ഫൈനലിലേക്ക് വരില്ല എന്ന് ഞാൻ ഉൾപ്പെടെ, ഈ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരുൾപ്പെടെ ചിന്തിച്ചൊരു കാര്യമാണ്. സിജോ അവിടുന്ന് പോയി, റോക്കി അവിടുന്ന് പോയി, ബിഗ് ബോസ് ശൂന്യമായി. ജിൻഡോയാണ് പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞ് അവിടെ പ്രവർത്തിച്ച ഒരാൾ. പ്രേക്ഷകരെ പോലെ തന്നെ ജിൻഡോ അവിടെ നിന്ന് പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറഞ്ഞു, ചെയ്യേണ്ട കാര്യങ്ങൾ നടപ്പാക്കി. പിന്നെ അതിൻ്റെ പരിണിത ഫലമെന്ന് പറഞ്ഞ പോലെ, ഇപ്പോൾ ജാസ്മിനെയൊക്കെ തൊട്ടാൽ അറിയാമല്ല, ബിഗ് ബോസ് അങ്ങോട്ട് പൊള്ളും. ഒരാഴ്ചകളും ലാലേട്ടൻ വന്ന് ജിൻഡോനെ പൊരിക്കും. സഹതാപം അവിടെ വർക്കൗട്ടായി. അപ്പോൾ ഈ 2-3 കാര്യങ്ങൾ അവിടെ വർക്കൗട്ടാകുമ്പോൾ തന്നെ നമുക്കറിയാം സഹതാപം ഒരു മെയിൻ ഫാക്ടറാണ് ഇതിനകത്ത്, വോട്ട് കിട്ടാനും നമ്മൾ ലീഡ് ചെയ്യാൻ. മറ്റത്
അനീതികൾക്കെതിരെ പോരാടുക, മറ്റൊന്ന് തെറ്റുകളെ ചൂണ്ടിക്കാട്ടുക. ഈ 2-3 കാര്യങ്ങളാണ് ബിഗ് ബോസിൻ്റെ മെയിൻ, ഒരാളെ വിന്നറാക്കണതിൻ്റെ മെയിൻ ഘടകം. നമ്മൾ പല പ്രാവശ്യം അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ ഇതാണ് എന്നെ സംഭവിച്ചത്. 1 സിജോ പോയത്, 2 സിജോ വരാൻ ശരിക്കും ലേറ്റായി. സിജോ വരാൻ ശരിക്കും ലേറ്റായെന്ന് പറഞ്ഞാൽ ശരിക്കും ലേറ്റായി. അതിനിടയ്ക്കാണ് വൈൽഡ് കാർഡ് എൻട്രിയൊക്കെ വരുന്നത്. ഫാൻ ബേസ് അങ്ങോട്ടും കൂടി ഷിഫ്റ്റായി. ഓക്കെ, അത്രയും നാൾ ആ ഗ്യാപ്പ് വന്ന സമയത്ത് ബിഗ് ബോസ് ഹൗസ് ആരാധകർക്ക് കുറച്ചൊരു തണലായിട്ട് നിന്ന്, അല്ലെങ്കിൽ കുറച്ചൊരു ആശ്വാസം, മരുഭൂമിയിലെ വെള്ളം പോലെയൊക്കെ ഒരു ആശ്വാസം ജിൻഡോ ആയിരുന്നു. ഒരു പരിധിവരെ ആ സപ്പോർട്ട് ജാസ്മിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജിൻഡോയ്ക്ക് അവിടുന്ന്, അങ്ങനെയാണ് അർജുനൊക്കെ ആ സമയത്ത് ഫാൻസ് വരുന്നതൊക്കെ. ആരും ഇല്ലാത്തടത്ത് കുറച്ച് പേരെന്തൊക്കെയോ കാണിക്കുന്നു. ഇതായിരുന്നു സംഭവം. വൈൽഡ് കാർഡ് വന്നപ്പോൾ വന്നതെല്ലാം കിടുക്കൻ ഐറ്റംസാണ്. സിബിൻ, സായി, പൂജ, നന്ദന, അഭിഷേക്, ഓക്കെ, ഇവരെല്ലാവരും വന്നു. പിന്നെ അങ്ങോട്ട് വേറൊരു തലത്തിലേക്ക് സിജോനെ എല്ലാവരും മറന്നു. കാര്യം വന്നതെല്ലാം വേറെ വല്ല ആൾക്കാർ. അതാണ് ഞാൻ പറഞ്ഞത്, ബിഗ് ബോസ് ഹൗസിൻ്റെ ആരാധകർ എപ്പോഴും ബിഗ് ബോസ് ഹൗസിൻ്റെ ആരാധകർ തന്നെയാണ്. ആര് വന്നാലും പോയാലും ദ ഷോ മസ്റ്റ് ഗോൺ. ആ ആരാധകർ എപ്പോഴും ആ ഷോയുടെ കൂടെ ഉണ്ടാവും. സിജോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ലായിരുന്നു വിധി, ഇങ്ങനെയൊന്നും ആയിരിക്കില്ലായിരുന്നു. ആ ഒരു ഇൻസിഡൻസ് അവിടെ നടന്നില്ലായിരുന്നെങ്കിൽ, ആ ഒരു ഫൈറ്റ് അവിടെ നടന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ സിജോ ആയിരുന്നേനെ. സിജോയ്ക്ക് നല്ല ഫാൻ ബേസും വന്നേനെ. ഞാൻ പറയാൻ കാര്യം, ഇതിന് ശേഷം വന്നപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യമൊക്കെ പോൾ ചെയ്യുമ്പോൾ, നമ്മൾ വോട്ടിംഗ് പോൾ ഇടുമ്പോൾ ഒന്നെങ്കിൽ സിജോ അല്ലെങ്കിൽ ജിൻഡോയ്ക്കൊക്കെ നല്ല ആരാധകരായിരുന്നു. ഇപ്പോൾ പോൾ ഇട്ട് കഴിഞ്ഞാൽ ജിൻഡോ ഓഫ് കോഴ്സ് നല്ല രീതിയിൽ വോട്ടുണ്ട്. സെക്കൻഡ് വരുന്നത് അഭിഷേകാണ്. ജിൻഡോൻ്റെ സ്ഥാനത്ത് അഭിഷേക് കയറി വന്നു. നമ്മുടെ ജയറാമേട്ടൻ്റെ സ്ഥാനത്ത് ദിലീപേട്ടൻ കയറി വന്ന പോലെ, അല്ലെങ്കിൽ ജയറാമേട്ടനെ സുരേഷ് ഏട്ടനെ തഴഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിന് മേലെ ദിലീപിൻ്റെ ഒരു സ്ഥാനം വന്ന പോലെ ആയിപ്പോയി ഇപ്പോൾ അഭിഷേകിൻ്റെ സ്ഥാനം. സിജോയുടെ സ്ഥാനം ഓട്ടോമാറ്റിക് ഡൗൺ ആയി. നിലവിൽ ജിൻഡോ, ജാസ്മിൻ, അഭിഷേക്, അങ്ങനെയാണ് വോട്ടിംഗ് നിൽക്കുന്നത്. ഓഫ് കോഴ്സ് ഋഷിയൊക്കെ എന്തുകൊണ്ട് അവിടെ നിൽക്കണമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ സിജോ ഔട്ടാണെങ്കിൽ ഋഷി എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നത്? ഋഷിക്ക് ഫാൻ ബേസ് ഉണ്ടെന്ന് പോലും അറിയില്ല. സിജോയ്ക്കാണ് ഫാൻ ബേസ് ഉള്ളത്. അപ്പോൾ അവിടെയാണ് വോട്ടിങ്ങിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് സംശയം വരുന്നത്. ശ്രീതു, അർജുൻ, ഓക്കെ, എനിക്ക് തോന്നുന്നു സിജോയേക്കാളും അർജുനും ഒരു സപ്പോർട്ടുണ്ട്. ബാക്കിയൊന്നും നമുക്കറിയില്ല. എങ്കിലും ഋഷിക്കും മേലെയാണ് സിജോ എന്ന് ഞാൻ കരുതുന്നു. ശ്രീധുവിനും മേലെയാണ് സിജോ എന്നും ഞാൻ കരുതുന്നു. സിജോ ഒരു നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ എവിക്റ്റ് ആക്കുമ്പോൾ എനിക്കറിയില്ല ഇതിൻ്റെ വോട്ടിംഗ് പാറ്റേൺ, ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്നുള്ളത്. ബട്ട് ഇതിനകത്ത് വന്ന സാഹചര്യങ്ങൾ ഇതാണ്. ഈ പഴയ നമ്മുടെ സിനിമകളുടെ കാര്യങ്ങൾ പറഞ്ഞ പോലെ ചില നടന്മാരുടെ ഡേറ്റ് വൈകി പോണത്, ചില നടന്മാർ ഹെൽത്ത് ഇഷ്യൂസ് കാരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം ഏതെങ്കിലും സിനിമയുടെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ആ സിനിമകളിലേക്ക് വേറെ താരങ്ങളെ കാസ്റ്റ് ചെയ്യുന്നു. ആ താരങ്ങളാണ് പിന്നീട് അങ്ങോട്ട് കയറിപ്പോണത്. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ ഓട്ടോമാറ്റിക് ഡൗൺ ആവും. ചില നിർഭാഗ്യങ്ങളെന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ്. പക്ഷേ സിജോൻ്റെ ബിഗ് ബോസ് ഹൗസിൽ ഒത്തിരി കാര്യങ്ങൾ സിജോയ്ക്ക് നഷ്ടം വന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് എല്ലാം. വളരെ കോൺഫിഡൻസ് ആയിട്ട് ഇതിലേക്ക് വന്ന സിജോ അപ്രതീക്ഷിതമായിട്ട് ഫൈറ്റിന് ഒരു ഇടിക്ക് ഇരയാവുന്നു. ഹൗസിൽ നിന്ന് പോകേണ്ടി വരുന്നു, സർജറി ചെയ്യേണ്ടി വരുന്നു, ഹൗസിലേക്ക് തിരിച്ചു വരാൻ ലേറ്റ് ആവുന്നു. ഒത്തിരി കാര്യങ്ങൾ അയാൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അതിൽ ഒരു വിഷമമുണ്ട്. കാര്യം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇല്ലെങ്കിൽ വിധിയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, സിജോ എടുത്ത നിലപാടുകൾ അത് വളരെ നല്ല നിലപാടുകളാണ് പല കാര്യത്തിലും എടുത്തിരിക്കുന്നത്. ശരിക്കും മാതൃകാപരമായിട്ടുള്ള ഒത്തിരി നിലപാടുകൾ സിജോ എടുത്തിട്ടുണ്ട്. അത് ആ റോക്കിയുടെ കാര്യത്തിലായാലും അത് സിജോ വളരെ പക്വതമായിട്ടുള്ള ഒരു ഗെയിം സ്പിരിറ്റിൽ തന്നെ അതെടുത്തു. അതിൻ്റെ കേസിനൊന്നും പോകാണ്ട് ബിഗ് ബോസ് ഹൗസിനെതിരെ നീങ്ങാണ്ട് നല്ലൊരു നിലപാടാണ് സിജോ എടുത്തിരിക്കുന്നത്. ശരിക്കും അത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു സിജോയ്ക്ക് ഹെൽത്ത് പരമായിട്ടൊക്കെ. എന്നിട്ട് പോലും സിജോ അതിനൊരു സ്പിരിറ്റിലെടുത്തു എന്നുള്ളത് വളരെ അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അല്ലാണ്ട് പല കാര്യങ്ങളും ഇതിനകത്ത് പിന്നെയും നടന്നു കഴിക്കുന്ന ഒരു കാര്യത്തിലും ഇമോഷണലി ബേസ്റ്റ് ഔട്ട് ആകാണ്ട് വലിയ അറ്റാച്ച്മെൻറ്റ് എവിടെയും കൊടുക്കാണ്ട് സിജോ ഒരു ഗെയിം എന്താണെന്നും ബിഗ് ബോസ് ഹൗസ് എന്താണെന്നും വ്യക്തിജീവിതം എന്താണെന്നും അത് വ്യക്തമായിട്ടുള്ള ഓരോ വേർതിരിവോടുകൂടി തന്നെ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടി തന്നെ സ്റ്റിൽ അവിടെ മത്സരിച്ചു. അത്
ഒരു പരിധി വരെ പ്രേക്ഷകരിൽ നിന്ന് സിജോയെ അകറ്റി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം പലപ്പോഴും തോന്നിയിട്ടുള്ള അതിനകത്തൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ ലാലേട്ടനെ എന്തുകൊണ്ട് കൂടുതലായിട്ട് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ലാലേട്ടൻ വളരെ വെറുതെ വന്ന് ഒരു വേഷം ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നതല്ല ലാലേട്ടൻ്റെ ഒരു രീതി. ഒരു സ്വാഭാവികത കൊണ്ടുവരും, അല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് കളം നിറഞ്ഞ് നിൽക്കും. മമ്മൂക്ക അഭിനയിക്കുമ്പോൾ മമ്മൂക്ക വരുന്നു, ആ ക്യാരക്ടർ ചെയ്യുന്നു, ആ ക്യാരക്ടറിനെ മാത്രം പുള്ളി അവിടെ ടച്ച് ചെയ്തിട്ട് പോകുന്നു. ലാലേട്ടൻ അവിടെ കുറച്ചും കൂടി വേറൊരു ഇഴുകിച്ചേരൽ അവിടെ നടക്കുന്നു. അത് ആ ഒരു വ്യത്യാസം ജിൻഡോയും സിജോയും തമ്മിലുണ്ട്. ജിൻഡോ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൻ്റെ ഒരു ആത്മാവാണ്. എല്ലാ മുക്കിലും മൂലയിലും എല്ലാ ഏരിയകളിലും ജിൻഡോൻ്റെ പ്രസൻസ് ഉണ്ട്. സിജോ ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഒന്ന് ഇടപെടുന്നു, അല്ലെങ്കിൽ ഗെയിം കളിക്കേണ്ട സാഹചര്യങ്ങളിൽ മാത്രം സിജോ അതിനെ തിരഞ്ഞു പിടിച്ച് ചെയ്യുന്നു. ഇത് മാത്രമേ അവിടെ വ്യത്യാസമായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജിൻഡോയ്ക്ക് ഫാൻ ബേസ് കൂടുതലായിട്ട് വന്നു. ശരിക്കും ജിൻഡോ തന്നെയാണ് ബിഗ് ബോസ് സീസൺ 6 വിന്നറാകാൻ പോകുന്നത്, വേറെ മറിമായങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ. പിന്നെ ഓഫ് കോഴ്സ് ജാസ്മിന് ഒരു സ്കില്ലുണ്ട്. നമ്മൾ ആദ്യം തന്നെ പണ്ട് ഈ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ജാസ്മിന് നല്ല സ്കില്ലുണ്ട്, എസ്പെഷ്യലി സംസാരിച്ച് നിൽക്കാനുള്ളത്. അത് കുറേയൊക്കെ ഹൈഡായി പോയത് ഗബ്രിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ്. അദ്ദേഹം പോയതിന് ശേഷം ജാസ്മിൻ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് തോൽപ്പിക്കണമൊക്കെ നമ്മൾ കണ്ടു. ഗബ്രിയും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, റസ്മിനും അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ജാസ്മിൻ്റെ ഒരു കഴിവിനെ പറ്റി. ജാസ്മിന് നല്ല സ്കില്ലുണ്ട്, നല്ല കഴിവുണ്ട്. നമ്മുടെ റിയാസ് ഭായ് ഡേഞ്ചർ ഫിറോസും പറഞ്ഞു ജാസ്മിൻ്റെ ഒരു സ്കില്ലിനെ പറ്റി. അത് കഴിവ് തന്നെയാണ്. ഒരു കാര്യം പറഞ്ഞ് ഒരാളെ ജാസ്മിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോലും പലർക്ക് പേടിയാണ്. കാര്യം സംസാരിച്ച് ജാസ്മിൻ്റെ തോൽപ്പിക്കൽ നടക്കില്ല. അത് ഇന്നലെ ജിൻഡോയൊക്കെ മാർക്ക് കൊടുത്തത് നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാവും. സർവൈവിങ് എന്ന ഒരു സ്കില്ലുണ്ട്, സർവൈവ് ചെയ്യുക, എവിടെ കൊണ്ടിട്ടാലും വളരുക എന്നുള്ളത്. നാക്കുള്ളത് കൊണ്ട് വളരുമെന്നാണ് ജിൻഡോ പറയുന്നത്. ഏകദേശം 90 മാർക്കാൻ പറ്റി കൊടുത്തെന്ന് തോന്നുന്നു. 90 100 നോ ഓക്കെ, ഏകദേശം അത്രയും മാർക്ക് കൊടുത്തിട്ടുണ്ട് ജാസ്മിൻ. അപ്പോൾ അതാണ് ജാസ്മിൻ്റെ ഒരു സ്കില്ല്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസ് അവസാന വീക്കിലേക്ക് കടന്നിരിക്കുകയാണ്. ജിൻഡോ കപ്പെടുക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ജിൻഡോ ഓർ ജാസ്മിൻ, ഇതിൻ്റെ അപ്പുറം ഒരു സാഹചര്യം വരാനില്ല. ഓക്കെ, അപ്പോൾ സിജോ എന്നാലും നല്ലൊരു പ്ലെയർ ആയിരുന്നു, നല്ല അടിപൊളിയാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് സിജോനെ. ഓക്കെ സിജോ, ബൈ.